ഈവനിങ് ഓൾ പണ്ണീരിയിലേക്ക് സ്വാഗതം. പിന്നെ രാവിലെ നമ്മുടെ മീൻകാരൻ ചേട്ടൻ കൊണ്ട് തന്നായിരുന്നു. പക്ഷേ ഇവന്മാർക്ക് റോസ്റ്റ് ചെയ്യുന്നതിനോടാണ് താല്പര്യം. പക്ഷെ ഇന്ന് ഇച്ചിരി ഒഴിച്ചുകറി, മുരിങ്ങയ്ക്കയും തക്കാളിക്ക് ഇട്ട് ഒരു ഒഴിച്ചുകറി വെക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അമ്പാടി ദേ രാവിലെ ട്യൂഷന് പോയിട്ട് രാവിലെ ചപ്പാത്തിയൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ കിടക്കുക. ഞങ്ങളുടെ യൂട്യൂബറാണ് ഇദ്ദേഹം. കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണക്കാരൻ അമ്പാടിയാണ്. ഇപ്പം പിന്നെ രാവിലെ ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക അല്ലേ കുട്ടപ്പ? രാവിലെ അടുക്കള വന്നിരിക്കുക. കുട്ടൂസെ എന്താടാ? ചേട്ടൻ ഇന്നലെ വൈകുന്നേരം വന്നപ്പം കുറച്ച് അച്ചിങ്ങാപ്പയറും തക്കാളിയും മുരിങ്ങയ്ക്കയും ക്യാബേജും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ വിചാരിച്ചു ഈ അച്ചിങ്ങാപ്പയറും ക്യാരറ്റും എല്ലാം കൂടിയിട്ടൊരു മെഴുക്കുവരട്ടി വെച്ച് തക്കാളിക്കയും മുരിങ്ങയ്ക്കയും ഇട്ട് നമുക്കൊരു ഒഴിച്ചുകറിയും വയ്ക്കാം. എന്തെടുക്കുമെന്ന് നോക്കാം. ഓ, അന്യായ ഉറങ്ങുമോ? എന്താ പറ്റി? കാലുവേദനയാണോ? നടക്കാൻ പോയില്ലേ ഇന്ന്? എവിടുന്നോ 2 മൂവാണ്ടൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വെട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കാവേ. അപ്പൂട്ടി പിന്നെ ഐസ്ക്രീം പാത്രത്തിനകത്ത് നക്കി 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 തിന്നുക. കൊച്ചു ടിവിയും കണ്ടോണ്ട് ഇതാണ്ട് ബിസ്ക്കറ്റില് കരയുവാ. ചേട്ടനും അനിയനും കൂടെ അടി ഇട്ടത്. പിന്നെ അവിടെ നിന്നോണ്ട് കുട്ടൂസിനെ വിളി. അതുകൊണ്ട് എന്തേ അമ്മേ കുട്ടൂസ് കൊണ്ടുപോകും നിന്റെ ബിസ്ക്കറ്റ്. ആർക്ക് വേണം? ഇവിടെ എങ്ങും ഇല്ല. കുട്ടപ്പൻ ഇവിടെ കിടപ്പുണ്ട്, കുട്ടൂസിനെ കാണുന്നില്ല. രാവിലെ ഇത് പ്ലാൻ ചെയ്തത് ഇച്ചിരി ഒഴിച്ചേറി വെക്കാം എന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനെ അമ്പാടിക്കും അമ്പോറ്റിക്കും കൊഞ്ച് റോസ്റ്റ് മതി. അങ്ങനെ ചെങ്കിൽ പിന്നെ ഞങ്ങൾ കൊഞ്ച് റോസ്റ്റ് ചെയ്യാവുന്നു. ഞങ്ങളുടെ കിച്ചൺ ഇതുവരെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടില്ല. ഉള്ളി വഴറ്റി വരാൻ ഭയങ്കര പാടാണ്. അടുത്തൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.